വോളൊക്കെ ആയിരിക്കും ഏകദേശം വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഞങ്ങളുടെ ഫോട്ടോഷൂട്ട്സിനൊക്കെ എന്തായാലും കുറേ ഏരിയാസ് ഈ വീട്ടിൽ അവർ അറിഞ്ഞ് ചെയ്തു തന്നിട്ടുണ്ട്. കാരണം ഒരു ആർട്ടിസ്റ്റിനാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് CK ഇന്റീരിയേഴ്സിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സോ അവരത് അറിഞ്ഞിട്ട് തന്നെയാണ് ചില ഐഡിയാസ് ഞാൻ പറയുമ്പോൾ തന്നെ ഇത് ചേരില്ല, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഷൂട്ടിന് പോകുന്ന സമയത്താണെങ്കിലും അതിന് ടെൻഷനൊന്നും നമ്മളെ അറിയിക്കാണ്ട് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ അവരോടും ഈ വില്ല ഗ്രൂപ്പിനോടും എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. ഈ ചുമര് പോലെ തന്നെ ചേച്ചിയുടെ വലിയ ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഓണത്തിന് ചെയ്ത ഫോട്ടോഷൂട്ടിലെ പിക്ചറാണ്. അപ്പം നിതിൻ ഗുരുവായൂരാണ് അത് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ സ്ഥിരം ഫോട്ടോഷൂട്ടിലെ ഫോട്ടോഗ്രാഫറാണ് നിതിൻ ഗുരുവായൂർ. ഇപ്പൊ എത്തുമായിരിക്കും ഇപ്പൊ ഇങ്ങോട്ടേക്ക്. അപ്പൊ അവന്റെ എടുത്തു തന്ന ആ ഒരു ഇയറിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ്. തൊട്ട് മുമ്പേ ചെയ്ത ഫ്ലാറ്റിലാണെങ്കിലും അവൻ ചെയ്തൊരു ഫോട്ടോ തന്നെയാണ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. സെയിം തന്നെ ഇവിടെയും മറ്റൊരു ഫോട്ടോ, എൻ്റെ ഒരു ഫേവറേറ്റ് കളക്ഷനിൽ ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ. വീടിന്റെ പേര് എൻ്റെ വീടെന്നാണ്. അതിന്റെ പിന്നിൽ എന്താണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേര് സെലക്ട് ചെയ്തത്? അത് എപ്പോഴും നമ്മൾ ഒരിടത്ത് സംസാരിക്കുമ്പം എൻ്റെ വീടിൻ്റെ പണി നടക്കുകയാണ്, എൻ്റെ വീടിൻ്റെ ഇന്റീരിയർ നടന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ വീട്ടിലേക്ക് ഫർണിച്ചർ, അങ്ങനെയാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, രഞ്ജിത്ത് പിള്ള. പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ എന്താ വീടിന് പേരിടുക. അപ്പോൾ വരുത്രി എന്നൊരു പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയായിരുന്നു ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അത് മാറി നീ എൻ്റെ വീട് എന്നല്ലേ എപ്പോഴും പറയണേ, എന്നാൽ പിന്നെ എൻ്റെ വീടെന്ന് തന്നെ ഇട്. അങ്ങനെ ഒരു സംസാരത്തിലോട്ട് പോയി ശരി ശ്രീ നായർ എൻ്റെ വീടെന്ന് തന്നെ ആക്കാം. അങ്ങനെയാണ് എൻ്റെ വീട്. കാരണം നമ്മളെല്ലാവരും എൻ്റെ വീട്, എൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പോകുന്നു, എൻ്റെ വീട്ടിലേക്ക് ഫർണിച്ചർ വാങ്ങാൻ പോകുന്നു, എൻ്റെ വീട്ടിൽ പെയിൻ്റ് അടിക്കുന്നു, ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ എല്ലാവരും എൻ്റെ വീടെന്നൊരു പേരിടുമോ എന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ എൻ്റെ വീട് എന്ന് പറയുന്നതുകൊണ്ട് ഇതിന് എൻ്റെ വീടെന്ന് തന്നെ കിട്ടും. അതിനി ഞാൻ നോക്കണം എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ ആണെങ്കിലും. പിന്നെ എൻ്റെ ഫേവറേറ്റ്, എൻ്റെ കുറച്ച് ഐഡിയൽസ്, കുറേ വിഗ്രഹങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ ഒരു ഏരിയാസ് ഒക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഒരു സിറ്റിംഗ് സ്പേസ് വിട്ടിട്ടുണ്ട്. മേ ബി അവിടെയും ഈ ഒരു സോഫയും അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലൊരു ഏരിയ TV കം സോഫയൊക്കെ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അവിടെ ആയിരിക്കാം. അല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂമിൻ്റെ സൈഡിലൊരു സ്പേസ്, സിറ്റിംഗ് സ്പേസ് ആയിട്ടൊരു ലെങ്തി ആയിട്ടുള്ളൊരു വരാന്തയുണ്ട്. ചിലപ്പോൾ അവിടെ ആയിരിക്കാം. അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. എന്തായാലും കുറേ സ്പേസസ് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ സ്പേസസ് എന്തായാലും ഈ ഒരു വീട്ടിലുണ്ട്. പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും പുതിയ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ആ ഒരു കരുതലും സ്നേഹവും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ആരാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ആവാൻ കഴിയത്തില്ല. അപ്പോൾ എപ്പോഴും ഒരു 12 വർഷത്തോളമായിട്ട് ഈ ഒരു അനുഗ്രഹവും സ്നേഹവും ഉണ്ട്. ഇത് വീണ്ടും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.